മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വേനൽ കനവിൽ പെയ്യുന്നില്ലേ. ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. കേറ് മോളെ, വേഗം കേറ്. മീരയുടെ കാര്യോർത്ത് നീ ഇങ്ങനെ വിഷമിച്ചതുകൊണ്ട് കാര്യമില്ല. പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കാണണമെന്നാ ചിന്തിക്കേണ്ടത്. ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും അജയ? മോൾ ആഹാരം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല. സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചപ്പോൾ പറഞ്ഞത് മീര പഴയതുപോലെ അല്ലെന്നാ. ഇങ്ങനെ പോയാൽ ഡിപ്രഷന് വരെ സാധ്യതയുണ്ടെന്നാ ടീച്ചർ സംശയം പറഞ്ഞത്. മായ പോയതിന്റെ പ്രശ്നങ്ങളൊന്നും മാറി വരുമ്പോഴല്ലേ സാവിത്രിയമ്മയ്ക്കും ഇങ്ങനൊരു വീഴ്ച ഉണ്ടായത്. മീരയുടെ ജീവിതത്തിലെ രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർക്കാ ഇങ്ങനെ ഉണ്ടായത്. ആ ശൂന്യത അത്ര എളുപ്പത്തിലൊന്നും മാറില്ല ഹരി. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്കൊരു പരിധിയുണ്ട്. ഹരിക്ക് മീരയുടെ മനസ്സിനെ സ്വാധീനിക്കാനും സന്തോഷിപ്പിക്കാനും പരിമിതികളുണ്ട്. മീരയ്ക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമെന്ന് തോന്നിയാൽ നമുക്ക് ഏതെങ്കിലും ചൈൽഡ് സൈക്കോളജിസ്റ്റിനെ കാണിക്കാം. ഞാനും അതൊക്കെ ആലോചിക്കുന്നുണ്ട്. എന്നാലും നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കണ്ടേ? വേണം. മീരയ്ക്കൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക. അവൾക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ മീരയും കൊണ്ട് പുറത്തുപോയി കഴിക്കുക. അവളുടെ ഉള്ളിൽ ശൂന്യമായി പോയ ആ സ്പേസ് നികത്തണം. അതിന് അവൾക്കൊരു കൂട്ട് വേണം. ഹരിക്കതാവാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്ക്. നീ വിഷമിക്കാതെ, നമുക്ക് ശ്രമിക്കാം. നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ മറ്റു വഴികൾ നോക്കാം. അജയ, എനിക്കിനി എൻ്റെ മോള് മാത്രമേ ഉള്ളൂ. ഒന്നിന്റെ പേരിലും അവൾ എനിക്ക് നഷ്ടപ്പെടാൻ വയ്യ. അവളുടെ സന്തോഷം മാത്രമാണ് ഇനി എൻ്റെ ലക്ഷ്യം. ഞാൻ ഇനി ജീവിക്കുന്ന പോലും അവൾക്ക് വേണ്ടിയാ. നീ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. ശരിയാവണം. മനുചേട്ടാ, എന്താ ഇവിടെ നിൽക്കുന്നേ? ഞാൻ വെറുതെ നിന്നതാ. ഓരോന്ന് ആലോചിച്ചു കൂട്ടി മനസ്സ് വെറുതെ വിഷമിപ്പിക്കല്ലേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയണം. പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ മാലയോ വളയോ എടുത്തോ. മനോജേട്ടൻ മനസ്സ് വിഷമിച്ച് നടക്കുമ്പോ ഞാൻ സ്വർണ്ണോട്ട് നടന്നിട്ട് എന്താ കാര്യം? സങ്കടം വരുമ്പോ ഞാൻ എന്തെങ്കിലും വിളിച്ചു പറയും. അല്ലാതെ അതൊന്നും ഞാൻ മനസ്സിൽ വെച്ച് പറയുന്നതൊന്നും അല്ല. ഞാൻ വെറുതെ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇറങ്ങുന്നതാ, അല്ലാതെ പൈസയൊന്നും ഇപ്പൊ വേണ്ട. മാലയും വളയൊക്കെ നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. മനുചേട്ടാ, നമ്മുടെ സമയം വളരെ മോശ. എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്താ ചിലപ്പോ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമായിരിക്കും. പിന്നെ ബീനയുടെ തറവാടിനടുത്തൊരു ശിവക്ഷേത്രത്തിലെ ഒരു തിരുമേനി ജോത്സ്യം നോക്കുന്നുണ്ടെന്ന് അവള് പറഞ്ഞു. നമുക്കൊന്ന് പോയി കണ്ടാലോ? ഇപ്പൊ അതൊന്നും വേണ്ട. ആരെ കണ്ടാലും വരാനുള്ള വരുമെന്ന് നിനക്കിപ്പോ മനസ്സിലായില്ലേ? ജ്യോത്സ്യന്മാർക്ക് കൊടുത്ത കാശുണ്ടായിരുന്ന ഇപ്പൊ കടം വീട്ടായിരുന്നു. എന്താ
ഞാൻ പറഞ്ഞ സത്യമല്ലേ? മനോജേട്ടാ, മനസ്സിൽ ഒരുപാട് പ്രയാസമുള്ളപ്പോ അതിനൊരു പരിഹാരം കാണാൻ പറ്റാതെ വരുമ്പോ ഒരു പ്രശ്നം വയ്പ്പിച്ച് അവരെന്തെങ്കിലും പരിഹാരം പറയുന്നത് കേൾക്കുമ്പോ ഒരു സമാധാനം കിട്ടും. എന്നിട്ട് അപ്പൊ എല്ലാം ശരിയാവുന്നൊരു പ്രതീക്ഷ ഉണ്ടാവും. അത്തരം പ്രതീക്ഷകളല്ലേ പലപ്പോഴും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതായാ പിന്നെ നമുക്ക് ജീവിക്കാൻ തോന്നും മനോജേട്ടാ. നീ പറയുന്നത് ശരിയാ. ജീവിക്കാൻ നമുക്ക് പ്രതീക്ഷ വേണം. പക്ഷെ അതിന് നമ്മൾ പണം കൊടുത്ത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് പ്രതീക്ഷ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഈശ്വര വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടായിരുന്നാൽ മാത്രം മതി. വിശ്വാസം ഉറച്ചതാണെങ്കിൽ ഈശ്വരൻ നമ്മുടെ കൈവിടില്ല. എത്ര വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള ധൈര്യം മനസ്സിന് കിട്ടിക്കോളും. അമ്മയുടെ കാര്യത്തിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കുറച്ച് നാൾക്കകം അമ്മ എഴുന്നേറ്റ് നടന്നു തുടങ്ങും. അതിനുള്ള ആരോഗ്യം ഭഗവാൻ അമ്മയ്ക്ക് കൊടുത്തോളും. അങ്ങനെ സംഭവിക്കട്ടെ. അതിനുവേണ്ടി തന്നെയാ ഞാനും പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും. എന്നാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ. പറ. അമ്മ ഇവിടെ തന്നെ ഇങ്ങനെയൊക്കെ കിടന്ന മനോജേട്ടൻ പറഞ്ഞതുപോലൊരു മാറ്റം അമ്മയ്ക്കുണ്ടാവോ? നീ എന്താ പറഞ്ഞു വരുന്നത്? അതെ, അമ്മയ്ക്ക് വേണ്ട മെഡിക്കൽ കെയറും ഫിസിയോതെറാപ്പിയും കൗൺസിലിംഗും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു പാലിയേറ്റീവ് കെയറിലേക്ക് ആക്കിയ പെട്ടെന്നൊരു മാറ്റം വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇവിടെ അടുത്ത് തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് മനോജേട്ടാ. അവർ പറയുന്ന പേയ്മെന്റ് കൊടുക്കണം. പിന്നെ നമ്മള് ഇടയ്ക്കെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി. മുഴുവൻ പൈസയും നമ്മളെ കൊണ്ട് മാസാമാസം കൊടുക്കാൻ പറ്റില്ലായിരിക്കും. പകുതി ഹരിയുടെ കയ്യിൽ നിന്ന് വാങ്ങാം. അമ്മയുടെ ആരോഗ്യമല്ലേ നമുക്ക് വലുത്. ആണ്. എന്നാ അതേപ്പറ്റി ആലോചിച്ച് വേഗം ഒരു തീരുമാനം എടുക്ക്. തീരുമാനമൊക്കെ എടുക്കാം. പക്ഷേ അതിന് നീ പറഞ്ഞതുപോലത്തെ സ്ഥലത്തൊന്നും കൊണ്ടുവിടേണ്ട ആവശ്യമൊന്നുമില്ല. സ്നേഹത്തോടെ അമ്മയൊന്ന് പരിചരിച്ചാൽ മതി. ദിവസത്തിൽ 5-10 മിനിറ്റ് അമ്മയോട് സംസാരിച്ചാൽ മതി. അതാണ് ഏറ്റവും നല്ല കെയറിങ്. നമ്മൾ കൊടുക്കുന്ന സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ മരുന്ന്. ഇനി മുതൽ മോള് വേണം ഇതൊക്കെ ചെയ്യാൻ. ഈ കുഞ്ഞു വിളക്ക് തുളസി തറയിൽ മോള് കൊണ്ടുവന്ന് വയ്ക്ക. പിടിച്ചോ. ഇനി മോള് നാമം ജപിച്ചോളൂ. അച്ഛൻ ഭക്ഷണം ഉണ്ടാക്കാം.
നാമം ജപിച്ചില്ലേ? ആ, എന്നാ നമുക്ക് പുറത്തു പോയിട്ട് വരാം. എവിടെയാച്ചാ? നമുക്കിന്ന് പുറത്തു പോയി ഫുഡ് കഴിക്കാം. അച്ഛൻ നൂഡിൽസ് ഉണ്ടാക്കാൻ നോക്കി, ശരിയായില്ല. നമുക്ക് പുറത്തു പോയി മോൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ രാത്രിയിലും സ്വൈര്യം തരില്ലേ? അച്ഛനെന്താ ഈ സമയത്ത്? എടീ, എന്റെ മോന്റെ വീട്ടിൽ വരാൻ എനിക്ക് നേരവും കാലം നോക്കണോ? ആ മോൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ലെന്നറിയില്ലേ? ഇവിടെ ഭർത്താവില്ലാത്തൊരു സ്ത്രീയും അവളുടെ മകനും മാത്രമാണ് താമസിക്കുന്നത്. ഇവിടെ കുടിച്ചിട്ട് വന്ന് ബഹളം ഉണ്ടാക്കരുത്. ഒന്ന് പോയി തരാവോ? എടീ, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് തരാനുള്ള പണം തരാൻ. എന്റെ 10 ലക്ഷം തരാതെ ഞാൻ പോകത്തില്ല. എന്റെ മോൻ മരിച്ചതുകൊണ്ട് നീ രക്ഷപ്പെട്ട്. അവന്റെ മരണം നിന്നെ പണക്കാരിയാക്കി, എന്നെ വെറും പിച്ചക്കാരനുമാക്കി. ഞാനിപ്പോ ദേ ഇവിടെ വന്ന് ഇങ്ങനെ കാശ് കൊതിക്കേണ്ട ഗതികേടിലായി. എനിക്ക് എന്റെ കാശ് തന്നാ മതി. എടി, നിനക്ക് കിട്ടിയ നിന്റെ 3 ഞാൻ ചോദിക്കുന്നുള്ളൂ. അത് കിട്ടാതെ ഞാൻ സമ്മതിക്കത്തില്ല. മര്യാദക്ക് എന്റെ കാശ് താ. എന്റെ കയ്യിൽ കാശില്ല. അച്ഛൻ മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കും. നീ പോലീസിനെയോ പട്ടാളത്തെയോ ആരെ വേണേലും വിളിച്ചോ, അവര് വരട്ടെ. ഈ നാട്ടിലൊരു നീതി നിയമമൊക്കെ ഉണ്ടാവത്തില്ലേ? അവര് പറയട്ടെ ന്യായം. ആര് വന്നാലും കേട്ടാലും ന്യായം എന്റെ ഭാഗത്താ. എന്റെ മകന്റെ കാശിൽ എനിക്കും അധികാരമുണ്ട്. അധികാരം ഉണ്ടെങ്കിലേ പോയി കേസ് കൊടുക്ക്. ഇനി 10ന്റെ പൈസ ഞാൻ തരുമെന്ന് നിങ്ങൾ കരുതണ്ട. കഥ തുറക്കാൻ. അവളെന്റെ മുഖത്തിന് നേരെ വാതിലടച്ചല്ലേ? തുറക്കടി. ഈ മര്യാദക്ക് വാതിൽ തുറക്കാൻ. തുറക്കാൻ മര്യാദക്ക് കാശെടുക്കടി. ഈ കഥ തുറക്കാൻ. തുറക്കാൻ തുറക്കാൻ മര്യാദക്ക് കാശെടുക്കടി. അപ്പൂപ്പൻ എന്തിനാ അമ്മേ നമ്മളോട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ അപ്പൂപ്പൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നല്ലേ? മോൻ പേടിക്കണ്ട, അമ്മയുണ്ടല്ലോ കൂടെ. ഇപ്പൊ ഞാൻ പോവാ. പക്ഷേ രാവിലെ ഞാൻ വരും. അപ്പൊ നീ എന്ത് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. അവക്കെന്നെ അറിയില്ല. അവള് രാഘവന്റെ മുഖത്തിന് നേരെ വാതില് കൊട്ടിയടച്ച് എന്റെ കാശ് ബാങ്കിലിട്ട് പുട്ടടിച്ചിട്ട് അവള് എന്റെ നേരെ വാതിലടയ്ക്കാറായി. കാണിച്ചു തരാൻ രാഘവൻ. ഹരിക്ക് എന്തോ കാര്യമായിട്ട് പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ. ഞാൻ ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നില്ലേ സാർ, മീരയുടെ മുത്തശ്ശി സ്ട്രോക്ക് വന്ന് ബെഡ് റിഡനായി. വീട്ടിലിപ്പോ ഞാനും മോളും മാത്രമേ ഉള്ളൂ. മോളെ ഒറ്റയ്ക്കാക്കി എങ്ങും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് കുറച്ച് ദിവസത്തേക്ക് ലീവ് വേണം. കാര്യങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി എല്ലാം ഒന്ന് ഓർഡർ ആകും വരെ ജോലിക്ക് വന്നാൽ ശരിയാവില്ല. ലീവ് എടുത്ത് എത്ര ദിവസം ഹരി വീട്ടിലിരിക്കും? അങ്ങനെ ലീവ് എടുത്തിരുന്നാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഹരിയുടെ മോൾക്ക് സ്കൂളിൽ പോകാൻ ഹരി ലീവ് എടുത്ത് വീട്ടിലിരുന്നാൽ ഒരു ജോലിയും ഇല്ലാതെ ഹരിക്ക് എത്ര ദിവസം ജീവിക്കാൻ പറ്റും? സോ തിങ്ക് പ്രാക്ടിക്കലി. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് 1-2 ദിവസം ഹരി ലീവ് എടുത്തോളൂ. അതിൽ കൂടുതൽ ബുദ്ധിമുട്ടാണ് ഹരി. ഇതിനൊരു സൊല്യൂഷൻ ഹരി തന്നെ ആലോചിച്ച് കണ്ടുപിടിച്ചേ പറ്റൂ. എനിക്കെല്ലാം മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാ. ഹരിയുടെ പെർഫോമൻസ് കഴിഞ്ഞ മാസങ്ങളിൽ വളരെ മോശമായിരുന്നു എന്നറിയാലോ. അതിനൊക്കെ റീസൺസ് ഞാൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് എക്സ്ക്യൂസ് പറയാൻ പറ്റില്ല ഹരി. ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. എന്നാലും മോളെ ഒരു ബോർഡിംഗ് സ്കൂളിലോ മറ്റോ ആക്കിക്കൂടെ? ഹരി ആലോചിച്ച് തീരുമാനിക്കേ. എന്തായാലും നാളെ എന്നെ വിളിക്കണം. വിളിക്കാം സാർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ സാർ. ശരി.
മോളെ കൊണ്ടുപോകാൻ ആരും വന്നില്ലല്ലോ. ഇന്നും അച്ഛൻ ജോലി തിരക്കി പെട്ട് കാണും. സാരല്ല ആന്റി, ഞാൻ തനിച്ചു പൊക്കോളാം. അങ്ങനെ ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് അയക്കാൻ പറ്റില്ല. ഞാൻ ഈ കാര്യം നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. എന്നാ എന്നെ കൊണ്ടുവിടൂ. എന്നും ഇങ്ങനെ കൊണ്ടുവിട്ടാ സമയം പോവില്ലേ മോളെ? വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് നിൽക്കാൻ പറയണം. വാ, ഇന്നുകൂടി ഞാൻ വരാം. വാ മീരക്കുട്ടി, കണ്ണേട്ടൻ വന്നല്ലോ. ഞാൻ കണ്ണേട്ടന്റെ കൂടെ പൊക്കോളാം. കഴിഞ്ഞ ദിവസം മീരമോളെ വണ്ടിയെ കയറ്റിവിടാനുണ്ടായിരുന്നു പറഞ്ഞ ആളാണോ ഇത്? അതെ. നിങ്ങൾ ആള് കൊള്ളാലോ. അന്ന് ബസ് വന്നപ്പോഴും ഇവിടെയില്ല, ഇപ്പോഴും ഇവിടെയില്ല. ഇനി ഇത് പറ്റില്ല കേട്ടോ. മീരമോളെ കൊണ്ടുപോകുമ്പോഴും കൊണ്ടുവരുമ്പോഴും ഇവിടെ നിൽക്കണം. ശരി, എന്ന് ചേച്ചി പൊക്കോളൂ. ബസ്സിലെ ചേച്ചി ഭയങ്കര കെയറിംഗ് ആണല്ലോ. അതെ, പാവം ചേച്ചിയാ. മീരക്കുട്ടി നന്നായി പഠിക്കുന്നുണ്ടോ? എനിക്കിപ്പോ നന്നായി പഠിക്കാൻ പറ്റുന്നില്ല കണ്ണേട്ടാ. അതെന്താ? എനിക്ക് എപ്പോഴും അമ്മയെ കാണാൻ തോന്നും. ബാക്കി കുട്ടികളൊക്കെ അവരുടെ അമ്മയുടെ കൂടെയൊക്കെ നടക്കുമ്പോ എനിക്ക് മാത്രം എന്താ അമ്മയില്ലാത്തേന്ന് ഓർത്ത് സങ്കടം വരും. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതവുമായിട്ട് കമ്പയർ ചെയ്യരുത്. അതെന്താന്നറിയോ? ഇല്ല. ഈ ഭൂമിയിൽ നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ ഉണ്ടാവൂ. എന്നുവെച്ചാ ഓരോരുത്തരുടെയും ജീവിതം വ്യത്യസ്തമാണ്, അനുഭവങ്ങളും വ്യത്യസ്തമാണ്. എനിക്ക് അമ്മയില്ലാതായ സങ്കടം വരില്ലേ? എനിക്ക് അമ്മയുള്ള ജീവിതം മതി. അതൊന്നും നമ്മളല്ല തീരുമാനിക്കുന്നത്. പിന്നെ ആരാ തീരുമാനിക്കുന്നത്? അതെല്ലാം പണ്ടേ തീരുമാനിക്കപ്പെട്ടതാണ്. അതൊക്കെ വലുതാവുമ്പോൾ മോൾക്ക് മനസ്സിലാവും. എന്നാലും അതെന്താന്ന് എനിക്ക് പറഞ്ഞു തരൂ. നമ്മൾ പറയാറില്ലേ, വിധി ഈശ്വരന്റെ മായ എന്നൊക്കെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഈശ്വരൻ നിശ്ചയിച്ചതുപോലെ നടക്കൂ. ആ സത്യം മനസ്സിലാക്കിയ പിന്നെ ദുഃഖങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ? പറ. കണ്ണേട്ടൻ ഇപ്പൊ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. അതല്ലേ മീരക്കുട്ടിയോട് ഞാൻ ആദ്യമേ പറഞ്ഞത്, അതൊക്കെ വലുതാകുമ്പോ മനസ്സിലാവുമെന്ന്. ശരി, അപ്പൊ അതൊക്കെ ഞാൻ വലിയ കുട്ടിയാവുമ്പോ എനിക്ക് പറഞ്ഞു തരണേ. നമ്മുടെ ചുറ്റുപാട് ശ്രദ്ധിച്ച് ജീവിച്ചാ മതി. ഇതെല്ലാം ഞാൻ പറയാതെ തന്നെ മോൾക്ക് മനസ്സിലായിക്കോളും. അപ്പൊ ഇനി മീരക്കുട്ടി വിഷമിക്കാൻ പാടില്ല കേട്ടോ. വിഷമിക്കോ? വിഷമിക്കൂലെന്ന് പറഞ്ഞാലും അമ്മയെ ഓർക്കുമ്പോ എനിക്ക് സങ്കടം വരും. അത് ശരി. അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊക്കെ വെറുതെ ആയല്ലേ? ഇത് ശരിയല്ല കേട്ടോ. എന്നാ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. എന്താ? മീരക്കുട്ടിയെ നോക്കാൻ ചിലപ്പോ വേറൊരു അമ്മ വന്നൂന്നിരിക്കും. വേറൊരു അമ്മയോ? അതെ. അതാരാ? എവിടെന്നാ വരുന്നേ? അതൊക്കെ വരും. കണ്ണേട്ടന്റെ ഒരു ഊഹം പറഞ്ഞേ ഉള്ളൂ. വേണ്ട, എനിക്ക് എന്റെ അമ്മ തന്നെ മതി. മീരക്കുട്ടിയുടെ അമ്മയ്ക്ക് ഇനി വരാൻ പറ്റില്ലല്ലോ. അപ്പൊ കുട്ടിയായ മീരമോളെ വളർത്താൻ ഒരാൾ വേണ്ടേ? മോളുടെ അച്ഛൻ ജോലിക്ക് പോകുമ്പോ ആരാ മോളെ നോക്കാനുള്ളത്? അത് ശരിയാ. അച്ഛൻ പാവാ, ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഓരോ ജന്മത്തിനും ഓരോ ലക്ഷ്യമുണ്ട്. അത് കഴിയുമ്പോ ആ ജന്മം അവസാനിക്കും. അപ്പോ എന്റെ അമ്മയുടെ ലക്ഷ്യം എന്തായിരുന്നു? മീരമോൾക്ക് ജന്മം നൽകുക. അതായിരുന്നു മോളുടെ അമ്മയുടെ ജീവിത ലക്ഷ്യം. ജന്മം തന്നാ മാത്രം മതിയോ? ഞാൻ ചെറിയ കുട്ടിയല്ലേ, എന്നെ വളർത്തണ്ടേ? മീരമോള് വളരേണ്ടത് സ്വന്തം അമ്മയുടെ കൂടെ അല്ലെന്നാ വിധി. ഞാനും അങ്ങനെയായിരുന്നു. അയ്യോ, അപ്പൊ കണ്ണേട്ടന്റെ അമ്മയും കണ്ണേട്ടൻ കുഞ്ഞായിരുന്നപ്പോ മരിച്ചുപോയോ? ഏയ് ഇല്ല. പിന്നെ